നമ്മൾ അവർക്ക് മെഴുകുതിരി കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ വാശി പിടിക്കുന്ന നമ്മൾ കയറും, വാശി പിടിക്കുന്ന കയറും. നമ്മൾ വെറുതെ അങ്ങോട്ട് നമ്മൾ 5 ആളെ കൊണ്ട് അത്രയല്ലേ വേണ്ടു, നിങ്ങൾക്ക് അറിയാലോ. ഇവിടുത്തെ ജീവനക്കാർക്ക് നമ്മൾ വെളിച്ചം നൽകുന്ന മെഴുകുതിരിയും തീപ്പെട്ടിയും നിങ്ങളുടെ ആവശ്യത്തിനുള്ള മെഴുകുതിരിയും തീപ്പെട്ടിയും സമർപ്പിച്ചിട്ടുള്ളത് നമ്മുടെ സമയം പ്രതീകാത്മകമായ പ്രതിഷേധമാണ്. സഹകരിച്ചതിന് നന്ദി. താങ്ക് യു. കോൺഗ്രസിൻ്റെ പ്രതിഷേധവുമായി തുടങ്ങിയത്. നമ്മുടെ കേരളത്തിൽ അപ്രത്യേകമായ ഒരു ലോഡ് ഷെഡിങ് ഇപ്പോൾ നിങ്ങൾ അപ്പോൾ അതിനെതിരെയുള്ളൊരു പ്രതിഷേധമായി KSEB ജീവനക്കാർക്ക് അവർക്ക് അവരുടെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അവർക്ക് മെഴുകുതിരിയും തീപ്പെട്ടിയും സമർപ്പിക്കുന്ന ഒരു സമരമാണ്. സഹകരിച്ചതിന് നന്ദി. ഈ ലോഡ് ഷെഡിങ്ങിൽ ഇവിടെ നിങ്ങൾക്ക് ഉൾപ്പെടെ ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ നമുക്കറിയില്ല. ഈ 15 മിനിറ്റ് രാത്രി കിടന്നിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി. ഇന്ന് കേരളത്തിൽ നമ്മൾ കൊടും ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിലെ സാധാരണക്കാർക്ക് പകൽ മാത്രമല്ല രാത്രിയിലും കിടന്നുറങ്ങാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത്. ആ സാഹചര്യത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് അവരവരുടെ PR ഏജൻസികളുടെ പിൻബലത്തിൽ അവർ നാട് നീളെ 10 വർഷം പവർ കട്ടില്ല എന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുമ്പോഴും ഈ നാട്ടിൽ ലോഡ് ഷെഡിങ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് അവർ പരസ്യം ചെയ്യുമ്പോഴും തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിൻ്റെ പിറ്റേ ദിവസം മുതൽ അപ്രഖ്യാപിതമായ ഒരു ലോഡ് ഷെഡിങ് കേരളത്തിലും കണ്ണൂരിലുമൊക്കെ ഇവർ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ലോഡ് ഷെഡിങ്ങിനുമായി ബന്ധപ്പെട്ട് KSEB ജീവനക്കാരോട് KSEBയിലുള്ള ആളുകളോട് നമ്മൾ ഏത് ഉത്തരവിൻ്റെ പുറത്താണ് ഇങ്ങനെയൊരു ലോഡ് ഷെഡിങ് നടത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരമില്ല. അവരെ ഫോൺ വിളിച്ച് നമ്മൾ ചോദിച്ചാൽ അവർ പറയും നിങ്ങൾ നേരിട്ട് KSEB ഓഫീസിൽ വന്ന് അന്വേഷിക്കാൻ വേണ്ടി പറയും. KSEB ഓഫീസിലെത്തുമ്പോൾ അവർ പറയുന്നത് ഏത് ഗവൺമെൻറ് വന്നാലും എത്രയൊക്കെ കടം വാങ്ങിയാലും നമുക്ക് ലോഡ് ഷെഡിങ് നടത്തേണ്ടി വരും, അത് ആര് പറഞ്ഞിട്ടാണ് നടത്തുന്നത് എന്നുള്ളതൊരു വ്യക്തതയില്ലാത്ത രീതിയിൽ അവിടെയും ഇവിടെയും തൊടാത്ത ഒരു ന്യായീകരണമാണ് ഇവിടുത്തെ KSEBയുടെ ജീവനക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3-4 ദിവസമായി ഞങ്ങൾ ഇതിൻ്റെ പുറകിലായിരുന്നു. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നടത്തുന്നത് പറയുമ്പോൾ ഇതുമായി ഒരു പുലബന്ധമില്ലാത്ത ന്യായീകരണമാണ് ഇവിടെയുള്ള വൈദ്യുതി വകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അതിൽ പ്രതിഷേധിച്ചിട്ടാണ് ജില്ലയിൽ യൂത്ത് കോൺഗ്രസ് ഇന്നിങ്ങനെ ഒരു വേറിട്ട പ്രതിഷേധം ഓരോ KICB ഓഫീസിലും ജീവനക്കാർക്ക് മെഴുകുതിരി സമർപ്പിക്കുന്ന തരത്തിൽ KICB ഓഫീസിലേക്ക് മെഴുകുതിരി സമർപ്പിക്കുന്ന ഒരു പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ജില്ലയിലെ മുഴുവൻ KICB ഓഫീസുകളിലും മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. അതിൻ്റെ ജില്ലാതലത്തിലുള്ള ഉദ്ഘാടനമാണ് ഇന്നിവിടെ കണ്ണൂരിൽ വൈദ്യുതി ഭവന് മുമ്പിൽ ഞങ്ങൾ നടത്തിയത്. ഈ പ്രതിഷേധം സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ്. സർക്കാരിൻ്റെ കൊള്ള പ്രഖ്യാപനങ്ങൾ പൊതുസമൂഹത്തിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധമാണ്.